Watch India's largest kids library only on Jio Hotstar. Download the app now. Hey John, stop! Stop in the name of law. ആ പാവ എന്റെ കയ്യിൽ തന്നേക്ക്. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്. ആ ഡോളും കൊണ്ട് തരാൻ. ഇന്ത്യ നിയമമാണ് സത്യം. മര്യാദയ്ക്ക് അവിടെ നിന്നോ. ബോസ് വേഗം കേറിയാട്ടെ. വിടില്ല ഞാൻ നിന്നെ വെറുതെ വിടില്ല. ചിങ്കം സാറേ, എന്നോട് ക്ഷമിക്കണം. ഈ ഡോളിൽ എനിക്ക് തരാൻ പറ്റില്ല. കാരണം എനിക്ക് ഇതെന്ന് വെച്ച ജീവന. ഇനി സാറിന് മേടിക്കാൻ പറ്റുമെങ്കിൽ സാറ് വന്ന് മേടിക്കാൻ നോക്ക് സാറേ. ജോൺ, മര്യാദയ്ക്ക് വണ്ടി നിർത്തിക്കോ. അവിടെ നിന്നോ ജോൺ. ഏയ് സ്റ്റോപ്പ്. എന്റെ അമ്മോ. വണ്ടി നിർത്ത്. ചിങ്കം സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചിങ്കം സാറേ, എനിക്ക് ആ ജോൺ ഡോളി വേണം. എനിക്ക് ജോണിന്റെ കയ്യിലുള്ള ഡോളി വേണം. ചിങ്കം സാറേ, ഈ ജോൺ ഡോളി ആരാണ്? എനിക്ക് ജോൺ ഡോളി വേണം. ഇപ്പൊ വേണം. ഇപ്പൊ തന്നെ എനിക്കത് വേണം. നിങ്ങൾ ഉടനെ പോയി ആ ജോൺ ഡോളിനെ കൂട്ടിക്കൊണ്ട് വരൂ. എനിക്ക് അതിനെ ഇപ്പൊ തന്നെ വേണം. എനിക്ക് തോന്നുന്നത് ഇയാളുടെ തലയ്ക്ക് അടി കിട്ടിയ കാരണം കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാന്നാ. വേണ്ട കരയണ്ട കേട്ടോ, കരയണ്ട. നിങ്ങൾക്ക് ജോൺ ഡോളി കിട്ടുന്നേ, ഉറപ്പായിട്ടും. പത്തലു, ഇയാള് നമുക്ക് ഡോക്ടർ ജഡ്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. എനിക്ക് ഇപ്പൊ തന്നെ ജോൺ ഡോളി വേണം. അതെ, ഇപ്പൊ തന്നെ. ജോൺ ഡോളി, ജോൺ ഡോളി. പൊളിച്ചെടുത്തല്ലോ. ഈ ചിങ്കം സാറിന് എന്താ പറ്റിയത്? ഡോക്ടർ ജഡ്ക, ചിങ്കം സാറ് ജോണിന്റെ പുറകെ പോകുമായിരുന്നു. ആ സമയത്ത് ലോറിയിൽ നിന്ന് ചിങ്കം സാറിന്റെ തലയ്ക്ക് ഒരു ഡ്രം വീണു. അതിനുശേഷം ചിങ്കം സാർ ദേ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നേ. അപ്പൊ തൊട്ട് ചിങ്കം സാറ് ജോൺ ഡോളി വേണമെന്ന് പറഞ്ഞ് കരയുവാണ്. എന്തിനാന്നറിയില്ല ഇയാള് ജോൺ ഡോളി ചോദിക്കുന്നത്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ചിങ്കം സാറിന്റെ ദേഹത്തെ ഡ്രം വീണത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ പേടിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാകുമെന്നേ. എനിക്ക് ആ ജോൺ ഡോളിനെ വേണം. ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞില്ലേ? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ എന്തെങ്കിലും ആന്റിഡോട്ട് കണ്ടുപിടിക്കാം. പക്ഷെ അതുവരെ ഇദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതെല്ലാം വാങ്ങിച്ചു കൊടുത്തോളൂ. ജോണുമായിട്ട് ഇടപഴകിയാൽ ചിങ്കം സാറിന്റെ നഷ്ടപ്പെട്ട ഓർമ്മശക്തി തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ജോൺ ഡോളി വേണം. എനിക്ക് ഇപ്പൊ തന്നെ ജോൺ ഡോളി ചിങ്കം സാറേ, ശരിയാക്കാം. ജോണെ, നിന്നെ ചേസ് ചെയ്ത് വരുന്ന സമയത്ത് ചിങ്കം സാറിന്റെ തലയിൽ ഒരു ഡ്രം വീണു. അത് കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മ മുഴുവനും പോയിരിക്കുക. അവസാനമായിട്ട് അദ്ദേഹം നിന്നെയാണ് കണ്ടത്. ഒരുപക്ഷെ നീ അടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നിരിക്കും. അദ്ദേഹത്തിന്റെ ബുദ്ധി പഴയതുപോലെ തന്നെ ആവും. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. എനിക്ക് മനസ്സിലായി. ചിങ്കം സാറിന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി എന്നെ ബലിയാടാക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ നിങ്ങളൊക്കെ. വരില്ല, ഞാൻ ഒരിക്കലും വരില്ല. കാരണം നിങ്ങളൊക്കെ എനിക്കിട്ട് അതുപോലത്തെ പണിയാ തന്നുകൊണ്ടിരിക്കുന്നത്. ജോണൊന്നും മറക്കില്ല. ഞാൻ കഷ്ടപ്പെട്ട് മോഷ്ടിക്കുമ്പോഴും കൊള്ളയടിക്കുമ്പോഴും ഒക്കെ നിങ്ങളൊക്കെ ഒരു ശല്യമായി വന്ന് ഈ ജോണിനെ എന്നും ഓടിച്ചിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ഇടപാടിന് ഈ ജോണിനെ പ്രതീക്ഷിക്കണ്ട. ജോൺ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ വരത്തില്ല. ആദ്യം സാർ അറസ്റ്റ് വാറണ്ട് കാണിക്കേ. എന്നെ ഒരു സാധാരണക്കാരനായി ഒന്നും കാണണ്ട. ലോക ഊടായ്പായി ജോണിനോടാണല്ലേ നിങ്ങളുടെയൊക്കെ കളി. അറസ്റ്റ് വാറന്റ് ഇല്ലാതെ ഒരു കള്ളനെയും ഒരു പോലീസിനെയും പിടിക്കാനുള്ള വകുപ്പൊന്നും നമ്മുടെ ഇന്ത്യയിലില്ല. നിങ്ങൾ പോലീസ് ഒന്നും അല്ലല്ല. മാത്രമല്ല ജോണിനെ പേടിപ്പിക്കൊന്നും വേണ്ട. ജോൺ സാറേ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. നമ്മളെല്ലാവർക്കും നിയമം ഒന്ന് തന്നെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരൂ, പ്ലീസ് വരൂ. നിങ്ങൾക്ക് ഞാൻ അറസ്റ്റ് വാറണ്ട് തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഓക്കേ, പോവാം. ബോസ്, പോകല്ലേ ബോസ്. ജോണെ, വാറണ്ടൊക്കെ ശരിക്കും ചെക്ക് ചെയ്ത് നോക്കിയോ? എല്ലാം ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല, അടിപൊളി വാറണ്ട് തന്നെയാ. ഇൻസ്പെക്ടർ ബോട്ടു, ഇൻസ്പെക്ടർ പത്തലു, നിങ്ങളുടെ നിയമം ഞാനിപ്പോ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. എന്റെ അമ്മച്ചി, എന്റെ നടുവ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുവാണെങ്കിൽ പിന്നെ വരാതിരിക്കാൻ സാധിക്കില്ലല്ലോ. വരൂ, നടക്ക്, ചെല്ല് ചെല്ല്.
ഗുഡ് ബോയ്. ബോസ് ബോസ് ഇവരുടെ കൂടെ എവിടെ പോവുക? ഇവർ രണ്ടുപേരും ഇൻസ്പെക്ടർ ഒന്നും അല്ല ബോസ്. നിയമത്തെ അനുസരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഇൻസ്പെക്ടർ സാറേ, സാറ് നടന്നോളൂ. എനിക്ക് തോന്നുന്നു വാനിനകത്ത് ബോട്ടിന് നല്ല ഇടി കൊടുത്തു. ജോൺ ഡോളി വന്നു. എന്റെ ജോൺ ഡോളി വന്നല്ലോ. എനിക്ക് സന്തോഷായി. എന്റെ ജോൺ ഡോളി എന്റെ അടുത്ത് വന്നല്ലോ. ചിങ്കം സാറിന് അത് പറഞ്ഞ് മനസ്സിലാക്കേ. ചിങ്കം സാർ ഇപ്പൊ ഒരു ചെറിയ കുട്ടിയായി മാറിയിരിക്കുകയാണ്. ജോൺ, കുട്ടികളൊക്കെ ഇങ്ങനെയല്ലേ ഡോളിന്റെ കൂടെ കളിക്കാറ്? അങ്കിൾ അങ്കിൾ, എനിക്ക് ഡോളിയോടൊപ്പം ബോക്സിംഗ് ചെയ്ത് കളിക്കണം. അതെ, ബോക്സിംഗ്. ഈ ഡോളിനെ പിടിക്കോ? ഞാനെന്താ വല്ല പഞ്ചിങ് ബാഗും ആണോ ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇരിക്കാൻ? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ചിങ്കം സാറിന് ഭേദമായേ, ചിങ്കം സാറിന് ഭേദമായേ. ചായ, പരിപ്പുവട, പഴംപൊരി. അങ്കിൾ ഡോളിനെ പൊക്കിയെടുക്കൂ. എനിക്ക് ഡോളിന്റെ മീതെ കുതിര കളിക്കണം. എന്നെ വിട, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ചിങ്കം സാറ് കുതിരയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കേ. ഇല്ല. ജോൺ ദ ഡോളിനെ കുതിരയായി മാറ്റണം. ഇപ്പൊ തന്നെ കുതിരയായി മാറ്റണം. നടക്കട കുതിരേ, നടക്കട കുതിരേ. എന്റെ പൊന്ന് ചിങ്കം സാറേ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. മോട്ടുപത്തുള്ളൂ അങ്കിൾ, നിങ്ങളൊന്ന് കേറി ഇരിക്കുന്നേ. നമുക്ക് ഒരുമിച്ച് പോയി ചുറ്റിക്കറങ്ങിയിട്ട് വരണം അങ്കിൾസ്. എന്താ പറഞ്ഞത്? എല്ലാവരും കൂടി എന്റെ ദേഹത്ത് കയറിയിരുന്ന് ചുറ്റിക്കറങ്ങാനോ? എന്റെ പൊന്ന് ചിങ്കം സാറേ, ആളെ വിട്. ഇയാള് വലിഞ്ഞിട്ടാണെങ്കിൽ ഒടുക്കത്തെ കരവ ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. ജോൺ, നിക്ക് ജോണ്. ജോൺ, അങ്കിൾ ജോൺ ഡോളി ഇവിടുന്ന് ഓടിപ്പോയി കളഞ്ഞു. അതിനെ വേഗം പിടിക്കൂ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ചിങ്കം സാറിനെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേ നീയാ. എനിക്ക് ഇപ്പൊ തന്നെ ജോൺ ഡോളി പോയി കസിട്ട ചങ്ക്, നീ പോയി ചിങ്കം സാറിനെ പിടിക്ക. ഞാൻ അദ്ദേഹത്തിന് ആന്റിഡോട്ട് കൊടുക്കാം. ഇല്ല, ഞാൻ ഒരു മരുന്നും കുടിക്കില്ല. നിങ്ങൾ രണ്ട് അങ്കിളും ചീത്ത അങ്കിളാണ്. ദുഷ്ടന്മാരാണ് നിങ്ങൾ. എനിക്ക് ഇപ്പൊ തന്നെ ജോൺ ഡോളിനെ കാണണം. അതെ, ജോൺ ഡോളി ഇപ്പൊ തന്നെ വരുന്നേ. ചിങ്കം സാർ ആദ്യം മരുന്നൊന്ന് കുടിക്കേ. എനിക്ക് ജോൺ ഡോളി ഓ ചിങ്കം സാറേ, അവിടെ നിൽക്ക്, ഓടരുത്. ചിങ്കം സാർ, ദാ ഞാൻ ഇപ്പൊ പിടിക്കും. മമ്മി, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്റെ കയ്യിൽ വിലങ്ങിട്ടിരിക്കുന്ന കണ്ടില്ലേ? എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്താ ഇവിടെ? എന്റെ അമ്മോ, കച്ചിടറാം, എന്താ നിങ്ങളുടെ കയ്യിൽ വിലങ്ങിട്ടിരിക്കുന്നത്? താൻ എപ്പോഴാ കുറ്റവാളിയായി മാറിയത്? ഓ ചിങ്കം സാറ്, എന്റെ ചങ്കേ ബ്രോ, നിങ്ങൾ ജോണിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോ ഇപ്പൊ എല്ലാം ശരിയായി. ചിങ്കം സാറേ, ഇനി ഈ കയ്യിൽ നിന്ന് വിലങ്ങൊന്ന് ഊരിക്കോണേ. ഇപ്പൊ തന്നെ ഊരാം. ചിങ്കം സാർ വളരെ ശാന്തനാണല്ലോ. ഇതെന്തോ പണി തരാനുള്ള പരിപാടിയാ. ഏയ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. പൊളിച്ചേ. ചിങ്കം സാർ ഇപ്പൊ ശരിയായേ. ഇല്ല, ഇത് ചിങ്കം സാറിന്റെ അഭിനയമാ. എനിക്കിട്ട് പണി തരാനുള്ള പരിപാടിയാ ഇത്. എന്റെ പൊന്ന് ചിങ്കം സാറേ, സത്യം ഒന്ന് തുറന്ന് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് ശരിക്കും ശരിയായോ? യെസ്, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. മോട്ടുപത്ലു, കുറ്റം ചെയ്യാത്ത ഈ ജോണിനെ നിങ്ങൾ രണ്ടാളും എന്തിനു വേണ്ടിയാ പിടിച്ചു വന്നിരിക്കുന്നത്? അങ്ങനെ ചെയ്യുന്നത് നിയമത്തിന് എതിരാണെന്ന് അറിയോ? ശരിയാ ചിങ്കം സാറേ, ഇവന്മാരെ രണ്ടുപേരെ ജയിലിൽ അടയ്ക്കണ. ചിങ്കം സാറേ, ഈ മോട്ടു ഉണ്ടല്ലോ, ഇവനെന്നെ ഇടിച്ചു. പിന്നെ ഈ പത്തിലും ഉണ്ടല്ലോ, ഇവനെന്നെ പേടിപ്പിച്ചു. അത് മാത്രമല്ല സാറേ, വധഭീഷണിയും ഉണ്ടായിരുന്നു. എന്തായാലും സാറിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് അത് മതി, സന്തോഷമായി. എന്നാ പിന്നെ സാറേ, ഞാൻ അങ്ങോട്ട്. എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം, എല്ലാം പറഞ്ഞതുപോലെ. ജോൺ ഡോളി, ജോൺ ഡോളി, ജോൺ ഡോളി, ജോൺ ഡോളി.
എന്റെ പൊന്ന് ചിങ്കം സാറ് എന്നെ ഒന്ന് വെറുതെ വിട്ടേ. എനിക്ക് നന്നായിട്ട് അറിയാം നീ ജോൺ ദ ഡോൺ ആണെന്ന്. ആ ഡയമണ്ട്സുള്ള ഡോളർ നീ മോഷ്ടിച്ച് കൊണ്ടുപോയില്ലേ, അത് മര്യാദയ്ക്ക് തിരിച്ച് തന്നേക്ക്. അല്ലെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവനും നീ ജോൺ ഡോളിയായിട്ട് ജയിലിൽ കഴിയേണ്ടി വരും. എന്റെ പൊന്ന് ചിങ്കം സാറേ, സാർ ഈ ഡോൾ എടുത്ത പക്ഷെ എന്റെ ഡോൾ ആയിട്ട് കാണരുത് പ്ലീസ്. നോ 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 ജോൺ, നീ 100% തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകേണ്ടി വരും. എന്താ ഈ ഡോളറ് തരാൻ പോയതാ? എല്ലാ കുഴപ്പത്തിനും കാരണം ആ വൈരമെങ്കിലും എന്റെ കയ്യിൽ ഇരുന്നേനെ. ഇപ്പൊ കാശുമില്ല, ഒന്നുമില്ല. ചിങ്കം സാറേ, ഇത് വഞ്ചനയാണ്. പറഞ്ഞ പോലെ നിങ്ങളൊക്കെ രാജാവും ഞാൻ ശശിയും. കൊള്ളാം കൊള്ളാം. Watch India's largest kids library only on Geo Hotstar. Download the app now.